സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അടൂരിലെ വീട്ടിലെത്തിയാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. നവകേരള സദസ്സിന് നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും CPIയും കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ മാസം 20-ാം തീയതി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത്. കേസിൽ 4-ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നടക്കുന്നത് ഭരണകൂട ഭീകരതയെന്നാണ് രമേശ് ചെന്നിത്തല വിശേഷിപ്പിച്ചത്. പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ, സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം, ധാർഷ്ട്യം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ്. ഇതിനെ ജനകീയ പിന്തുണയോടെ ഇതിനെ ഞങ്ങൾ നേരിടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് ഭരണകൂട ഭീകരതയാണ്. ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന് പറയുന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ്. ഫാസിസ്റ്റ് ശൈലിയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് പിണറായിയുടെ ഈ പോക്ക്. ഇത് അപകടകരമായ പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമരം 10 മടങ്ങായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ എന്ന് മിസ്റ്റർ പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് സംസാരിച്ചത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയുടെ പ്രതികരണം കൂടി വരികയാണ്. കൊന്നിട്ടോ മറ്റു രീതിയിലോ ഒളിവിലിരിക്കുമല്ലോ. ഇവർക്ക് പിടിക്കാനായിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തോണ്ട് പോകാനാണ്. അവരിത് മുൻകൂട്ടി കണ്ട് തീർച്ചപ്പെടുത്തി വന്ന് വീട് വളഞ്ഞ് കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് കിംസ് ഹോസ്പിറ്റൽ. ഒരാഴ്ച കൊണ്ട് കിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് അവർക്ക് അവിടെ ചെന്നെടുത്തോണ്ട് കൂടായിരുന്നു? എനിക്കന്ന് വന്ന വഴിക്ക് എടുത്തുകൂടായിരുന്നു. ഇവർ ഇന്ന് രാവിലെ ഈ കാണിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന് ഇത് രാവിലെ കൂടി വന്നിട്ട് എന്തുവാന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കും. ഈ അറസ്റ്റിന് ഉപദേശം നൽകിയ ആളുകളൊക്കെ തന്നെ ഈ അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയുമോ എന്നറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാന നഗരിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയായ കിംസിൽ ചികിത്സയിലുള്ള ഒരാളിന് അസുഖം ഭേദമായി വീട്ടിലേക്ക് എത്തിയ ദിവസം തന്നെ രാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നീ ഉപദേശകർ ആലോചിക്കുന്നത് നന്നായിരിക്കും. മുഖ്യമന്ത്രിക്ക് യൂത്ത് കോൺഗ്രസിനെ ഭയമെന്നാണ് ഡീൻ കുര്യാക്കോസ് MP ഇന്ന് പറഞ്ഞത്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഒന്ന് സജീവമായപ്പോഴേക്കും കേരള ഗവൺമെൻറ് അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുട്ടിടിച്ച് വിറയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രമാത്രം എന്തിനാണ് സർക്കാർ ഭയക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ സമരം ചെയ്തതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അങ്ങനെ അറസ്റ്റിനെയും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭീഷണിയെയൊന്നും ഭയപ്പെട്ട് പിന്മാറുന്ന ഒരു പാരമ്പര്യം യൂത്ത് കോൺഗ്രസിനുമില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനുമില്ല. ഡീൻ കുര്യാക്കോസാണ് സംസാരിച്ചത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.